ഞാനാണ് വഴിപോക്കൻ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 മില്യൺ വ്യൂസായി. ഒരു കൊച്ചിനെതിരെ ഉള്ള ഒരു ഞരമ്പൻ്റെ ഒരു ആക്രമണം ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. എനിക്കിത് തെറ്റായിട്ട് തോന്നണില്ല. എനിക്ക് എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് റീച്ചാക്കാനും അയാളെ 4 പേര് അറിയാനും. ഞാൻ വിചാരിച്ച് വീഡിയോ റീച്ചാകുമ്പോൾ കേസാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിലവിൽ ഇതുവരെ കേസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അയാളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് മാറിയെന്ന് മാത്രമേ എനിക്ക് അറിയാൻ സാധിച്ചുള്ളൂ. വേറെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ ഇല്ല. വീഡിയോ റീച്ചായി പോയി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ ഒത്തിരി പേര് കണ്ട്. ഇനി അയാളെ എവിടെ കണ്ടാലും തിരിച്ചറിയണം. അയാൾ ഇതേപോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് നേരെ കേസാക്കിക്കോണം. അത്രേ എനിക്ക് പറയാവുള്ളൂ. ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ ഇൻബോക്സിൽ വന്നിട്ട് കാര്യം അറിയാതെ തെറി പറയണുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇത് കണ്ടന്റ് വീഡിയോയോ കണ്ടന്റ് ക്രിയേഷനോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് ഓൾറെഡി കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അത് ട്രാവലിങ്ങും ഓഫ് റോഡിങ്ങും ഒക്കെ ആയിട്ടുള്ളതാണ്. അല്ലാതെ ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ വീഡിയോ എന്നല്ല, ഈ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ വെച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഒറിജിനൽ വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഇപ്പം. ഇനി മുന്നോട്ട് കേസ് വല്ലതും ആയിക്കഴിഞ്ഞാൽ സാക്ഷി പറയാൻ അതിനൊക്കെ ഞാൻ ഉണ്ടാവും. അല്ലാതെ ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇനി ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ ഉണ്ടാകത്തില്ല. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിച്ച് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ വഴി. അതെനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഇനി ഇതിൻ്റെ പിറകിൽ ഉണ്ടാവില്ല. പിന്നെ എക്സ്പ്ലനേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ വെള്ളയാണിയിൽ നിന്ന് നെയ്യാറ്റിൻകര പോകായിരുന്നു. എൻ്റെ അനിയൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. കുന്നത്തുകൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നെയ്യാറ്റിൻകര പോയിട്ട് അവിടെ നടത്ത ബസ് കയറിയാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകാൻ. ഞാൻ ഇവിടെ നിന്ന് വെള്ളയാണിയിൽ നിന്ന് ബസ് കയറി നെയ്യാറ്റിൻകര എത്തുന്നതിന് ഒരു 100-200 മീറ്റർ മുൻപേറ്റിൽ ഞാൻ സീറ്റിൽ നിന്ന് എണീച്ച്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റണം ഞാൻ കണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പോഴത്തേക്കാണ് എനിക്ക് പന്തിയടി തോന്നുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഡോർ ഇവിടെ ഫ്രണ്ടിലായിട്ട് വരും. ലെഫ്റ്റ് സൈഡിലാണ് നടക്കുന്നത്. ഞാൻ ഫോണാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ എന്ത് നടക്കണത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ കിട്ടുമോ ഇല്ലെന്നൊരു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പുള്ളിക്കാണെങ്കിൽ പന്തിയുടെ തോന്നി ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി ഇങ്ങനെ മാറ്റി കൊച്ച് ആദ്യം. രണ്ടാമതാണ് കൈ ഇങ്ങനെ ഞോണ്ടിയത്. ആദ്യം തട്ടി മാറ്റുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. എന്നിട്ട് വീഡിയോ ഞാൻ എടുത്ത് എന്നിട്ട് ആ കൊച്ചു എൻ്റെ കൂടെ നെയ്യാറ്റിൻകര ഇറങ്ങാനായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞിട്ടാണ് കൊച്ചിങ്ങനെ എൻ്റെ കൂടെ ബാക്കിൽ നിന്ന് നെയ്യാറ്റിൻകര സ്റ്റോപ്പിൽ ഇറങ്ങി. ആ കൊച്ച് വേറൊരു ബസ് കയറിപ്പോയി. ഞാൻ എൻ്റെ ബസ്സും കയറി. ഞാൻ എൻ്റെ ബസ്സിൽ കയറിയിട്ട് നോക്കിയപ്പോഴാണ് വീഡിയോയിൽ ഇതേപോലെ ആ പുള്ളിക്കാരൻ ആദ്യം ആ കൊച്ചിൻ്റെ നെഞ്ചത്തോട്ട് നോക്കണമുണ്ട്. രണ്ടാമത് കൈ തട്ടി മാറ്റണമുണ്ട് ആ കൊച്ചുകുട്ടി. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട് എന്നെ സഹായിക്കാൻ ഞാൻ ഒത്തിരി അടുത്ത് ചോദിച്ചായിരുന്നു. ഇതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യട്ടാ, എങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി അടുത്ത് ചോദിച്ചായിരുന്നു. സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. പേര് ഞാൻ എടുത്ത് പറയണില്ല. സഹായിച്ചവർക്ക് മനസ്സിലാവും. ഒത്തിരി പേര് കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് റീച്ചാക്കാനും ഒക്കെ അവരുടെ ഒത്തിരി പരിശ്രമം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇതേപോലുള്ള ഞരമ്പൻ്റെ ഒരു വീഡിയോ റീച്ചാക്കി എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ഇതേപോലെ ഒരു കൊച്ചിൻ്റെ അടുത്ത് അങ്ങേര് കാണിക്കല്ലേ, അങ്ങേരെന്നല്ല ഒറ്റ മനുഷ്യൻ കാണിക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുള്ള സത്യത്തിൽ. നിലവിൽ കേസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ ഒറിജിനൽ വീഡിയോ കിടപ്പുണ്ട്. അത് ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളയും. കേസ് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയണില്ല. ഇനി അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാനത് ഇൻസ്റ്റാഗ്രാം വഴി ത്രൂ തന്നെ അറിയിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കണത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഒരു ന്യൂസിൽ വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. ഫേസ്ബുക്കിൽ മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ന്യൂസിലോ കാര്യങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. ഒത്തിരി പേര് വീഡിയോ കണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആരും റിയാക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്നിട്ട് നീ വീഡിയോ എടുക്കണ്ടായിരുന്നു, അയാൾ അടിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയണുള്ളൂ. ഒട്ടുമിക്ക പേര് അതാണ് പറയണത്. പിന്നെ ഒത്തിരി പേര് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കണുണ്ട്, എനിക്ക് ഇതേപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, നല്ല കാര്യമാണ് ചെയ്തതെന്ന്. ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയാൾ അടിക്കാൻ പറഞ്ഞവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ അയാളെ അടിച്ചിരുന്നു. എനിക്ക് വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുത്തില്ല. ഞാൻ അയാളെ പോയി അടിച്ച് ആ കൊച്ചു വല്ലതും കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ കൊച്ചു മിണ്ടായിരിക്കണം.
ഒന്നും മിണ്ടണില്ല. ചോദിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടിച്ചതിന് എനിക്ക് നേരെ കേസുണ്ടാവും. അയാൾ ബോധം കെട്ടുമല്ലോ വീണ് കഴിഞ്ഞാൽ നേരെ എനിക്ക് കേസുണ്ടാവും. ഒരടി കൊടുക്കണ നല്ല രീതിയിൽ കൊടുക്കാൻ എനിക്കറിയാം എങ്ങനെ കൊടുക്കണമെന്ന്. അപ്പോൾ ആ രീതിയിൽ ഞാൻ കൊടുത്താലും. അപ്പോൾ അങ്ങനെ വല്ലതും വീണെല്ലാം കിടന്നു കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് കേസാവും. എന്താണ് കാര്യം ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ അയാളെ പോയി അടിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു എവിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ അടുത്ത ബസ് കയറിയിട്ടാണ് ഞാൻ വീഡിയോ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് കണ്ടത്. എനിക്ക് കൊടുക്കാത്തതിൽ നല്ലൊരു കുറ്റബോധമുണ്ട്. പക്ഷെ ഞാൻ കരുതിയത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും, കൊളാബറേഷനൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അയാൾക്ക് നേരെ പോലീസ് സ്വമേധയാ കേസ് എടുക്കുമെന്നൊക്കെ ഉള്ളൊരു ധാരണയിലൊക്കെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ. ആകെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് വീഡിയോ കണ്ട് ഷെയർ ചെയ്ത്. ഇനി അയാളെ എവിടെ കണ്ടാലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്. അയാൾ ഇനി ഇതേപോലത്തെ വല്ല കണ്ണന്തിരിവും കാണിച്ചു കഴിഞ്ഞാൽ അപ്പം അടി പൊട്ടിച്ചോ. ഈ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും, യൂട്യൂബിലും ഉണ്ടാവും. ഈ വീഡിയോ നേരെ കാണിച്ച് അതിൻ്റെ പേരിലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ തെളിവ് പറയാൻ, സാക്ഷി പറയാനായിട്ട് ഞാൻ വരാം. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാൾക്ക് ഒരെണ്ണം പൊട്ടിക്കാം. ഇപ്പോൾ പുള്ളി സ്ഥലത്തില്ല എന്നാണ് പറയണത്. തമിഴ്നാടിലോട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. ഇനി മുന്നോട്ട് വീഡിയോസ് എൻ്റെ കണ്ടൻറ്റിലുള്ള എൻ്റെ നോർമൽ ട്രാവലിംഗ് ഓഫ് റോഡിങ് വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എക്സ്പ്ലനേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു.